ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുർത്തിയുടെ സൈസ് ചാർട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സൈസ് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ സ്റ്റിച്ചിങ് കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. നമ്മളോട് കസ്റ്റമർ ഒരു സൈസ് പറഞ്ഞിട്ട് ഇന്ന സൈസിലുള്ള മെഷർമെൻറ്റ്സിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ ഏത് സൈസിലാണ് എങ്ങനെയൊക്കെയാണ് മെഷർമെൻറ്റ്സ് വരേണ്ടതെന്ന്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും കൂടാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു മെഷർമെൻറ്റ്സ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന സമയത്ത് ഇതുപോലെ അതിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ സൈസ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് ലാർജാണോ എക്സലാണോ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സൈസ് അറിയാനും എല്ലാം ഇത് ഉപകരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ കുർത്തിയുടെ സൈസ് ചാർട്ടിനായിട്ട് ഇതുപോലെ കുറച്ച് കോളം വരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ സൈസാണ് കൊടുത്തിട്ടുള്ളത്. ബസ്റ്റ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു ഏരിയക്കാണ് കേട്ടോ ബസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് വേസ്റ്റ്, ഹിപ്പ്, ഷോൾഡർ, നെക്സ്റ്റ് ഹാം ഹോൾ, പിന്നെ കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് കേട്ടോ നമ്മൾ കുർത്തിക്ക് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുക്കേണ്ടത്. ഇനി സ്ലീവ്സൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സൈസ് എങ്ങനെ വരുന്നത് നോക്കാം. ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്ന ഒരു സൈസിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ XS ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്മോള്, മീഡിയം, ലാർജ്, XL, XXL, XXL, 4XL, 5XL ഇങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും സൈസുകളാണ് ഇന്നത്തെ ഈ ഒരു ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കാണിക്കാനായിട്ട് ഞാനിവിടെ കുർത്തിയുടെ ഒരു മോഡലും വരച്ചെടുത്തിട്ടുണ്ട്. ഈ സൈസ് ഞാനിതിൽ എഴുതിയിട്ട് ആ ഒരു കുർത്തിയിൽ നമ്മൾ എവിടേക്കാണ് എടുക്കുന്നത് അതും കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത്. ഈ ചെസ്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് കുർത്തിയുടെ മുഴുവൻ മെഷർമെൻറ്റ്സും കണ്ടുപിടിക്കാം കേട്ടോ. അതുപോലെ തന്നെ കുർത്തി ഏത് സൈസിലുള്ളതാണെന്ന് നമുക്ക് നോക്കാനായിട്ട് നമ്മൾ ചെസ്റ്റ് ലെങ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ XSന് ചെസ്റ്റ് ലെങ്ത്തായിട്ട് 32 ഇഞ്ചസാണ് കേട്ടോ വരുന്നത്. അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് ലെങ്ത്ത് നോക്കിയാൽ നമുക്ക് കുർത്തിയുടെ ബാക്കിയുള്ള വേസ്റ്റ്, ഹിപ്പ്, ഷോൾഡർ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഏരിയയിലാണ് വേസ്റ്റ് ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് ലെങ്ത് ആയിട്ട് 32 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 2 ഇഞ്ചസ് കുറച്ചിട്ടാണ് വേസ്റ്റ് ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പം കുറച്ചൊരു ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടല്ലോ ഉള്ളിലേക്കൊന്ന് ആ വയറിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ലെങ്ത്ത് 30 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു രൂപത്തിലാണല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ചെസ്റ്റ് ലെങ്ത്തിലേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ടാണ് നമ്മുടെ ഹിപ്പ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 32 ഉള്ളത് 34 ആക്കിയിട്ടാണ് ഹിപ്പിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഷോൾഡർ ലെങ്ത്ത് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഷോൾഡർ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് മുതൽ ഈ ഒരു ഏരിയ വരെയാണ്. അതിൽ നമ്മുടെ നെക്കും കൂടെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ, നെക്കിൻ്റെ വിടുത്തും കൂടെ. അപ്പോൾ ഷോൾഡറിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 13.5 ഇഞ്ചസാണ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ആം ഹോളാണ് കേട്ടോ. അപ്പോൾ ആം ഹോൾ എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ചെസ്റ്റിൻ്റെ ഇതുവരെ വരുന്ന ഈ ഒരു കർവ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് നമുക്ക് 6 ഇഞ്ചസാണ് കേട്ടോ എടുക്കേണ്ടത്. അടുത്തത് നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു കുർത്തിയുടെ ഫുൾ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ ആളുടെയും ഹൈറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സൈസ് XS ആണെങ്കിലും ചിലർ നല്ല ഹൈറ്റ് ഉള്ളവരായിരിക്കും, ചിലർ ഹൈറ്റ് കുറഞ്ഞവരായിരിക്കും. ചിലർക്ക് കുർത്തിക്ക് നല്ല ലെങ്ത്ത് വേണ്ടി വരും, ചിലർക്ക് അത്ര വേണ്ടി വരില്ല. അപ്പോൾ ഞാനിവിടെ നോർമലി നമ്മൾ എടുക്കുന്നൊരു ലെങ്ത്താണ് ഇവിടെ പറയുന്നത്. അപ്പം കുർത്തിയുടെ സാധാരണ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 38 to 40 ഇഞ്ചസാണ് കേട്ടോ. ഇനി നമുക്ക് സ്മോൾ സൈസിലുള്ളവരുടെ ഒരു സൈസ് ചാർട്ട് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു XSനേക്കാളും കുറച്ച് കൂടിയിട്ടാണല്ലോ സ്മോൾ ഉള്ളവർക്ക് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് നെക്സ്റ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ ചെസ്റ്റ് 32 ഉള്ളത് 34 ഈ ഒരു സ്മോൾ സൈസിൽ വരിക. അതുപോലെ തന്നെ വേസ്റ്റ് 32, 2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കണം. അതുപോലെ 2 ഇഞ്ച് കൂട്ടിയിട്ട്
36 ഹിപ്പ് എടുക്കുന്നത്. ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ചാണ് കേട്ടോ കൂട്ടേണ്ടത്, 2 ഇഞ്ചല്ല കൂട്ടേണ്ടത്, 1/2 ഇഞ്ചാണ്. ഇപ്പം ഞാനിവിടെ 14 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ആം ഹോളും 1/2 ഇഞ്ചസാണ് കൂട്ടേണ്ടത്. ഫുൾ ലെങ്ത്തും ഞാനിവിടെ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. 40 മുതൽ 42 വരെ നമുക്ക് എടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ലെങ്ത്ത് അനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഈ ലെങ്ത്ത് അവർ പറയുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അടുത്തത് നമുക്ക് മീഡിയം സൈസ് എങ്ങനെ വരുന്നത് നോക്കാം. ഈ ഒരു 34 ഉള്ളത് 36 ഞാൻ ചെസ്റ്റായിട്ട് എടുക്കുന്നത്. അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 34 ആണ് എടുക്കുന്നത്. ഹിപ്പ് 2 ഇഞ്ച് കൂട്ടിയിട്ട് 38 എടുക്കുന്നു. അതുപോലെ തന്നെ ഷോൾഡർ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 14.5 എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗമാണല്ലോ ഷോൾഡർ വരുന്നത്. അപ്പോൾ അധികം ആ ഒരു ഭാഗം തൂങ്ങിപ്പോവാതെ ലൂസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര നമുക്ക് മതിയാവും. ഇനി നമുക്ക് ആം ഹോളും ഇതുപോലെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 7 ഇഞ്ച് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ലെങ്ത്ത് ഞാനിവിടെ 40 മുതൽ 42 തന്നെ എടുക്കുന്നത്. അതൊരു നോർമൽ ലെങ്ത്താണ്. അപ്പോൾ അത് തന്നെ ഞാനിവിടെ കൂട്ടിയിട്ട് എടുക്കുന്നില്ല. നമ്മൾ സൈസ് കൂടുന്നതനുസരിച്ച് ലെങ്ത്ത് കൂടണം എന്നില്ലല്ലോ, അപ്പോൾ അതങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാർജ് സൈസ് നോക്കാം. അപ്പോൾ ലാർജ് സൈസ് ചെസ്റ്റ് ലെങ്ത്ത് ഇവിടെ 38 ഇഞ്ചസാണ് എടുക്കുന്നത്. അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ട് 36 വേസ്റ്റ് എടുക്കുന്നത്. 38ൽ നിന്നും 2 ഇഞ്ച് കൂട്ടിയിട്ട് 40 ഹിപ്പ് എടുക്കുന്നുണ്ട്. ഷോൾഡർ നമുക്ക് 14 ഉള്ളത് 15 ഇഞ്ചസ് ആക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ആം ഹോൾ 7 എന്നുള്ളത് 7.5 ഇഞ്ചസ് ആക്കിയിട്ടും എടുക്കാം. ഫുൾ ലെങ്ത് ആയിട്ട് നമുക്ക് 42 മുതൽ 44 ഇഞ്ചസ് വരെ എടുക്കാം. ലെങ്ത്ത് എപ്പോഴും നമ്മുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു ഏകദേശ കണക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി എക്സലുകാരുടെ സൈസ് നോക്കാം. 2 ഇഞ്ചസ് കൂടിയിട്ട് 40 ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത്. 2 ഇഞ്ചസ് കുറച്ചിട്ട് വേസ്റ്റ് ലെങ്ത്തും എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് ലെങ്ത്തിൽ നിന്നും 2 ഇഞ്ച് കൂട്ടിയിട്ട് ഹിപ്പ് റൗണ്ടും എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഷോൾഡർ ലെങ്ത്തും എടുത്തു. അതുപോലെ തന്നെ 1/2 ഇഞ്ച് ആം ഹോളും കൂട്ടി എടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് ആയിട്ട് 44 മുതൽ 46 ഇഞ്ചസ് വരെ എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സൈസും ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. നമ്മളെ ചെസ്റ്റ് ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റ് ലെങ്ത്ത് എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചെസ്റ്റ് ലെങ്ത്തിൽ നിന്നും 2 ഇഞ്ച് കൂട്ടിയിട്ട് ഹിപ്പ് റൗണ്ട് എടുക്കുക. ഷോൾഡർ ലെങ്ത്ത് നമുക്ക് സാധാരണയായിട്ട് വരുന്നത് 14 മുതൽ 15 ഇഞ്ചസ് വരെയൊക്കെയാണ് കേട്ടോ. സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു ഷോൾഡർ ലെങ്ത്ത് കൂട്ടിയിട്ട് എടുക്കാം. അധികം തൂങ്ങിപ്പോയാൽ ഒരു ഷോൾഡറിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ആയിട്ട് എപ്പോഴും നമ്മുടെ ചോയ്സിൽ നമുക്ക് എടുക്കാം. എന്നാലും സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്ന ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 44 to 45 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഈ ഒരു സൈസ് ചാർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഏരിയയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഇതിൽ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഈ ചാർട്ടിൽ പറയാത്തൊരു മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ കുർത്തിയുടെ താഴെ വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന വിഡ്ത്ത് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. അത് നമ്മൾ പൊതുവേ അങ്ങനെ മെഷറൊന്നും ചെയ്തെടുക്കാറില്ല. എങ്കിലും ആ ഒരു സാധാരണയായിട്ട് എടുക്കുന്ന ഒരു ലെങ്ത്താണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സാധാരണ 24, 26 ആ ഒരു റേഞ്ചിലാണ് എടുക്കാറ്. അപ്പോൾ എക്സസ് സൈസുകാർക്ക് ഞാനിവിടെ 20 ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ സൈസിൽ 22 എടുത്തു, മീഡിയം 24, ലാർജ് 26. അങ്ങനെ ഓരോന്നിനും 2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഈ എടുത്ത കണക്ക് നമ്മുടെ കുർത്തിയുടെ ഒരു സൈഡിലുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ സ്ലിറ്റ് വരികയാണെങ്കിൽ തന്നെ ആ ഒരു ഭാഗത്ത് വരുന്ന മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എക്സസ്കാർക്ക് 20 ആണ് എടുത്തിട്ടുള്ളത്. ഈ 20 എന്ന് പറയുന്നത് വൺ സൈഡിൽ സ്ലിറ്റ് വരുമ്പോൾ ഉള്ള ആ ഒരു വിഡ്ത്താണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഡബിൾ ആക്കണം. ബാക്ക് സൈഡിലും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 20നെ നമ്മൾ ഡബിൾ ആക്കുമ്പോൾ നമുക്ക് 40 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത് 32 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ ഫാബ്രിക്കിൽ എങ്ങനെയാണ് ഒരു കുർത്തിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിലാണ് കേട്ടോ പറയുന്നത്. നമ്മൾ നേരിട്ട് ഒരിക്കലും 36 ഇഞ്ച് 32 ഇഞ്ചസ് അങ്ങനെ ഒരിക്കലും നേരിട്ട് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കില്ല. ഫാബ്രിക്കിന് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഷോൾഡറിനും ചെസ്റ്റിനും ആം ഹോളും ഇതും എല്ലാം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടാണ് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ആ ഒരു പാറ്റേൺ നമ്മൾ വരച്ചെടുക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. നമ്മൾ 4ആയിട്ട് മടക്കുമ്പോൾ ഈ ഒരു 36 ഇഞ്ചസിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഓരോന്നും അളന്നെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.